തോട്ടിലെ കൊച്ചുങ്ങളെയും പറക്കൊണ്ട് തോട്ടിൽ പോയാണ് വാട്ടർ സപ്ലൈക്കാർ പറയും വാമനാർ ആറ്റി വെള്ളമില്ല, അവിടെ 6 വറ്റി കിടക്കുകയാണ്, വെള്ളമില്ല. പൈപ്പ് കൊണ്ടിട്ടിട്ട് പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് തകർത്തുകളെയും വാമനോരം വന്ന 24 മണിക്കൂറും വെള്ളം. നമ്മൾ 24 ദിവസം കൂടിയാലും വെള്ളം കിട്ടും. നേരത്തെ വെള്ളം കൊണ്ടുവന്ന ഇദ്ദേഹമാണ് വെള്ളം കൊടുത്തത്, കുടിക്കാൻ വെള്ളം. ആ വെള്ളം അവൻ കൈകൊണ്ട് കൊടുക്കില്ല. നമസ്കാരം. ഒരു ദയനീയ കാഴ്ച കണ്ട് ഞങ്ങൾ വണ്ടി നിർത്തി അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഇത്രയും ഗുരുതരമായ വിഷയമൊക്കെ ഇവിടെ നടക്കുന്ന കാര്യം മനസ്സിലാവുന്നത്. ഇവിടെ ഇത് വെട്ടൂർ ചെറുന്നൂർ പഞ്ചായത്തിന്റെ ഭാഗമാണ്. ഇവിടെ പൈപ്പ് ലൈനിൽ വെള്ളം വന്നിട്ട് 16 ദിവസത്തോളമായി. ഇതുവരെ പൈപ്പ് ലൈനിൽ വെള്ളം വന്നിട്ടില്ല. ഈ ആൾക്കാർക്ക് ഇപ്പോൾ 4-5 ദിവസം കൂടുമ്പോൾ ഈ ടാങ്കിൽ കൊണ്ടുവരുന്ന വെള്ളം കൊണ്ടുവച്ചാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടെയുള്ള പല കുട്ടികളെയും ഇവിടുന്ന് സ്ഥലം മാറ്റി വേറെ സ്ഥലത്ത് കൊണ്ടുപോയി പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഈ ചേട്ടന്മാരെയൊക്കെ കുളിക്കാനും മറ്റും ആശ്രയിക്കുന്നത് അടുത്തൊക്കെയുള്ള കുളവും പുഴയും ഒക്കെയാണ്. കാരണം അവരുടെ വീടിൻ്റെ അടുത്തുള്ള അവരുടെ പൈപ്പിൽ വെള്ളമില്ലാന്ന് മാത്രമല്ല, എന്തുമാത്രം അമ്മമാരാണ് ഇത്രയും ഭാരിച്ച കൂട്ടത്തിൽ വെള്ളം ചുവന്നുകൊണ്ട് ഇത്രയും ദൂരം പോകുന്ന കാഴ്ചയൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ചേട്ടാ, കാര്യം ശരിയാണോ? ഈ ലൈനിൽ വന്നിട്ട് 10-16 ദിവസമായി ലൈനിൽ വെള്ളം വന്നിട്ട് നമുക്ക് ചുമക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ശ്വാസം മുട്ട് ആർട്ടിനൊക്കെ ഓപ്പറേഷൻ ചെയ്തവരാണ് നമ്മൾ. വെള്ളത്തിന്റെ കാര്യത്തിലാണ് നമുക്ക് ബുദ്ധിമുട്ട്. ഈ അവിടെ വിളിക്കുമ്പോൾ വാട്ടർ സപ്ലൈക്കാർ പറയും വാമനാർ ആറ്റി വെള്ളമില്ല, അവിടെ 6 വറ്റി കിടക്കുകയാണ്, വെള്ളമില്ല. അല്ല, വാമനാർ ആറ്റിലെ വെള്ളം വറ്റിയ സമയത്ത് തന്നെ മറന്നോളം മലയാളി 2 വാർത്ത ചെയ്തിരുന്നു. കാരണം വരാൻ പോകുന്നത് കൊടും വരൾച്ചയാണ്. ആ ഒരു വാമനാർ ആറ്റിനെ ആശ്രയിച്ചുകൊണ്ട് ഒരുപാട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ജീവിക്കണമെന്നെല്ലാം അന്ന് വ്യക്തമായി മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ 2 സ്റ്റോറി ചെയ്തായിരുന്നു. പക്ഷേ നമ്മുടെ ഈ 2 സ്റ്റോറിയും അധികൃതരൊന്നും മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ വഴിനീളം നമ്മൾ കാണാൻ കഴിയുന്നത് ഇതേപോലെ പാത്രങ്ങളുമായിട്ട് കുടിവെള്ളത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അമ്മമാരെയും ഇതേപോലെ മാമ്മമാരെയും കാണാൻ കഴിയുന്നത്. അവരുടെ കഷ്ടപ്പാട് കണ്ടതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ വാർത്ത ചെയ്യുന്നത്. ഈ മക്കളെയൊക്കെ ചെറുമക്കളെയൊക്കെ മാറ്റി എന്നുള്ളത് ശരിയാണോ? 2 പേരെ മക്കത്താക്കി, 2 പേരെ പിന്നെ തൊപ്പിച്ചന്തലാക്കി. വേറെ പിന്നെ കുളിക്കാൻ നിവൃത്തിയില്ലാതെ കൊച്ചുങ്ങളെ കൊണ്ട് സന്ധ്യയാകുമ്പോ തോട്ടിലൊക്കെയാണ് പോയി കുളിക്കുന്നത്. തോട്ടിലെ കൊച്ചുങ്ങളെയും പറക്കൊണ്ട് തോട്ടിൽ പോയാണ് 4 കിലോമീറ്റർ പോകണം. അതെ, ട്രാക്കും കഴിഞ്ഞാണ് പോകാനുള്ളത്. അവിടെ പോയിട്ടാണ് കുളിക്കുന്നത്. ഈ കൊച്ചുങ്ങളും എല്ലാം അങ്ങനെയാണ്. ഇവര് ചെറുന്നീ പഞ്ചായത്തുകാരാണ്. ഇവരും സ്ഥിരം അങ്ങനെയാണ്. എങ്ങനെയാണോ വിഷയം? വെള്ളം വിട്ടൂല്ലേ? മാസങ്ങളായി അവർക്ക് മാസങ്ങളായി അവർക്ക് പോയിട്ട് മാസങ്ങളായി. നമ്മൾ വിളിക്കുമ്പോഴത്തേക്ക് അവര് പറയുന്ന വെള്ളം ഇല്ല, വാമനപുരം നദിയിൽ വെള്ളം ഇല്ല, വറ്റിപ്പോയി. ഇവിടെ ഒരുവിധം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഉടനെ വേറൊരു പൈപ്പ് കൊണ്ടിട്ടിട്ട് പറഞ്ഞു ഇപ്പൊ നിങ്ങൾക്ക് തകർത്തുകളെയും വാമനോരം വന്ന 24 മണിക്കൂറും വെള്ളം. നമ്മൾ 24 ദിവസം കൂടിയാലും വെള്ളം കിട്ടും. ബില്ല് കൃത്യമായിട്ട് വരുന്നുണ്ട്. ബില്ല് കൃത്യമായിട്ട് അതിനൊരു കുറവില്ല. അതെന്താന്നറിയാമോ? വെള്ളം ഇന്ന് വരും നാളെ വരും കൊണ്ട് തുറന്നു വെച്ചേക്കും. അപ്പൊ എല്ലാം എയർ കൊണ്ട് രവം കറങ്ങിക്കൊണ്ടിരിക്കും. നല്ല ബില്ല് വരും. 1000, 1500 അങ്ങനെ ബില്ല് വരും. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഈ ടാങ്കറിൽ കൊണ്ട് തരുന്ന ഈ വെള്ളം കൊണ്ട് നിങ്ങൾക്ക് ആഹാരം പാചകം ചെയ്യാൻ മാത്രമേ? അത് വല്ല കിണറ്റുകളിലും പോയ ഗഞ്ചി 2 കുടം വെള്ളം കിട്ടും, അതിൽ പാചകം ചെയ്യാനും പറ്റത്തില്ല. ഇത് ഒരു ഇതല്ലേ, ഏത് വെള്ളം എന്തേലും വെള്ളം കുളിക്കുകയും ആണല്ലോ അത്യാവശ്യം. ടാങ്കിൽ കൊണ്ട് തന്ന വെള്ളം കൊണ്ട് നിങ്ങൾക്ക് പാചകം ചെയ്യാൻ പറ്റില്ല. തന്നെ കുടിക്കൂല, നമ്മളെന്ന് മേടിച്ചാണ് കുടിക്കുന്നത്. പിന്നെ അവര് കുടിക്കും. അപ്പൊ നമ്മളെങ്ങനെ വിശ്വസിച്ച്? നേരത്തെ വെള്ളം കൊണ്ടുവന്ന ഇദ്ദേഹമാണ് വെള്ളം കൊടുത്തത്, കുടിക്കാൻ വെള്ളം. ആ വെള്ളം കൈകൊണ്ട് കൊടുത്തില്ല. ഈ വെള്ളം കൊണ്ടുവന്ന വേറെ വീട്ടിൽ നിന്ന് വെള്ളം വെച്ചാണ് കുടിച്ചത്. അപ്പൊ പിന്നെ ഇതെങ്ങനെ കൊണ്ടുവരുന്നവർക്ക് തന്നെ അറിയാം ഇത് കുടിവെള്ളം അല്ലാന്ന്. പിന്നെ നമ്മ കക്കൂസി പോവാൻ ഒത്തിരി വീട്ടില് പാത്രം തേക്കുക എടുക്കുകയും ചെയ്യാം. കൈയും കാലും ഒക്കെ കഴുകിയിട്ട് വെളിയിലോട്ട് ഇറങ്ങാം. കുളിക്കാൻ പറ്റത്തില്ല, കുളിക്കാൻ വെള്ളം തികയത്തില്ല. അതുകൊണ്ട് കൈയും കാലും ഒക്കെ ഒന്ന് കഴുകിയിട്ട് ഉടുപ്പൊക്കെ മാറി അങ്ങ് പോവാം. ഈ മെമ്പർമാർക്ക് അന്വേഷിക്കാറുണ്ടോ? മെമ്പറിന് ഒരു അന്വേഷണവും ഇല്ല. ഇങ്ങോട്ട് വരക വോട്ട് വല്ലതും ആണെന്നുണ്ടെങ്കിൽ അവര് വരും. കാലത്തെ കുളിക്കത്തൊന്നുമില്ല, കൈയും കാലും ഒക്കെ കഴുകി ഭസ്മം ഇട്ട് കുളിച്ച ഉടുപ്പൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് വാട്ടർ വെള്ളം വരാതിരിക്കുമ്പോഴത്തേക്ക് നമ്മളെ 8ാം വാർഡിലെ മെമ്പറെ വിളിക്കുമ്പോ പറയും ഞാൻ എന്തായാലും ഞാൻ വിളിച്ചു പറയാം. അവൻ വിളിച്ചു പറയുമ്പോ പിന്നെ വെള്ളം കിട്ടും. ഒരു മനുഷ്യത്വം ഉണ്ട് 8ാം വാർഡിലെ മെമ്പർക്ക്. അവൻ വിളിച്ചു പറഞ്ഞാൽ വെള്ളം കിട്ടും. നിങ്ങളെ വീട്ടിലൊന്നും കിണറില്ലേ?
കിണറുണ്ടെങ്കിൽ നമ്മൾ ഈ വെള്ളത്തിന് കിടന്ന് യായിക്കൂ. കിണറിൽ ഈ വീട്ടിൽ ഇപ്പൊ ഇത്രയും പ്രദേശത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രം ഒരു അവിടെ വെള്ളമാണ്, കിണർ വെള്ളമുണ്ട്. കിണറുണ്ട്. അതുകൊണ്ട് എല്ലാവരും വരുമ്പോ അവർക്ക് ഈ 2 കൂടെ നമ്മൾ കൊടുക്കും. നമുക്ക് കിണറുണ്ട്, പക്ഷെ പാതാള കുഴിയിൽ നിന്ന് ചെമ്മന്ന് കയറണം. ഭയങ്കരമായ കുഴിയിൽ നിന്ന് ചെമ്മന്ന് മോളിൽ കയറണം. എന്നാലും കിണർ എവരെ ഒത്ത് നമ്മൾ വെള്ളം കുടിച്ചു കിടക്കും. ഞാൻ ചെല്ലുമ്പോ അതൊന്ന് ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം മാത്രമല്ല, ഒരുപാട് മലയോര മേഖലകളിലും മറ്റുമെല്ലാം ഈ കുടിവെള്ള ക്ഷാമമൊക്കെ വളരെ രൂക്ഷമാണ്. ഇത്തരം കഷ്ടപ്പാടുകൾ നമ്മുടെ ജനങ്ങളൊക്കെ ഇവിടെ കഴിയുമ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി കുടുംബവും എല്ലാം ടൂറിന് പോയിരിക്കുന്നത്. ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് എങ്ങനെ പോകാൻ കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഓരോ ജംഗ്ഷനിലും ഓരോ സ്ഥലത്ത് ചെന്നാലും ഈ കുടങ്ങളുമായി കുടിവെള്ളത്തിനായി കാത്തു നിൽക്കുന്ന ജനങ്ങളെയാണ് മറുതലമലയിൽ കാണാൻ കഴിയുന്നത്. ഇതിനൊരു പരിഹാരം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ തന്നെ അവരുടെ മക്കളെയും ചെറുമക്കളെയൊക്കെ അവർ ഇവിടെ നിന്നൊക്കെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. കുടുംബമായിട്ട് ജീവിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കേരളത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നത്. മറുതലമലയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്.